പേരക്കയുടെയും വേപ്പിൻ്റെയും ഹാങ് ഓവറിൽ സൂര്യനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പതുക്കെ അനിയത്തി പുതിയൊരു സാധനം എന്താ വിരിച്ചു തന്നേക്കുന്നു. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും എന്നാൽ പിന്നെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാടിനെ കാക്കുന്ന ഞങ്ങളുടെ അമ്പലം, ആക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടെ ഞങ്ങളുടെ പ്രൊട്ടക്ടറായിട്ട് 2 ദേവിമാരാണ് കേട്ടോ, ദുർഗയും ഭദ്രയും. ഇവർ രണ്ടുപേരും ചേച്ചി അനിയത്തിയായിട്ടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ നാഗരാജാവും നാഗയക്ഷിയമ്മയും ഉള്ളത്. ഞാനൊരു പഴയ കഥ പറയാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കാവുണ്ടായിരുന്നു. അപ്പോൾ ആ കാവിലോട്ട് വിരൽ ചൂണ്ടുവാണെങ്കിൽ നമ്മൾ 10 വിരലും കടിക്കണം എന്ന് ക്ലാസ് മുഴുവനും പാട്ടായി. പിന്നെ എവിടുത്തെ കാവ് കണ്ടാലും ഇതുപോലെ കൈ ചൂണ്ടുക, 10 വിരൽ കടിക്കുക. ഇത് കുറച്ചുകൂടെ മുതിർന്നപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ആളുകൾ, അങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന്. ഈ സമയത്ത് തന്നെ ഞാൻ അവിടെ ഒരു ഒറ്റമൈനെ കണ്ടിട്ടുണ്ട്. ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ നൻപനെയും കൂടെ കാണുകയും വേണം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 5 തെങ്ങും കൂടെ കാണണമായിരുന്നു. 5 തെങ്ങ് ഇപ്പം കാണുന്നതിന് വലിയ വിഷയമൊന്നുമില്ല, പക്ഷെ ഇവൻ്റെ നൻപനെ കണ്ടുപിടിക്കുന്നതല്ലേ ഏറ്റവും വലിയ ടാസ്ക്. പരസ്പരം തല തമ്മിലൊന്ന് കൂട്ടിമുട്ടിപ്പോയി കഴിഞ്ഞാൽ പേപ്പട്ടി കടിക്കുമെന്നും പറഞ്ഞ് വീണ്ടും കൂട്ടിമുട്ടുക. ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഉപ്പൻ്റെ അച്ഛൻ കൊണ്ടുവരുന്ന പലഹാരം എനിക്കിവിടെ തരണേന്നും പറഞ്ഞിട്ട് 3 വട്ടം വിളിക്കുക. ഇനിയൊന്ന് ഇക്കിള് വന്നു പോയാലോ, ഇക്കിളും ഞാനും അക്കരെ പോയി ഇക്കിൾ അവിടെ നിന്ന് ഞാൻ ഇഞ്ഞു പോരുന്നു എന്ന് 3 വട്ടം പറയുക ഒറ്റ ശ്വാസത്തിൽ. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വന്നു കേട്ടോ. ഇനി എനിക്ക് വീണ്ടും കുഞ്ഞമ്മയുടെ അങ്ങ് പോകണം. അവിടെ പോയിട്ട് കുറച്ച് പ്ലാന്റ്സിൻ്റെ വീഡിയോ എടുക്കാനുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടയ്ക്ക് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ മരവാഴ അല്ലെങ്കിൽ വാന്ത.